എടോ, ബാലന്റെ ആത്മഹത്യാശ്രമത്തിന് പിന്നിൽ തനിക്ക് പങ്കുണ്ട്. ബാലന്റെ ആത്മഹത്യാശ്രമത്തിൽ പൂക്കോടിക്കും പങ്കുണ്ടെന്ന് അയ്യപ്പൻകുട്ടി കുട്ടിമണിയെ കാണാനില്ലെന്ന് പത്രത്തിൽ പരസ്യം കൊടുക്കുന്നു. ആശുപത്രിയിലെത്തുന്ന മനസ്സിനെ കുട്ടിമണി തിരിച്ചറിയുന്നില്ല. ഡോക്ടർ ലെസ്ലിയും ലൈലയും ഡ്യൂട്ടി ഡോക്ടറെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കിയെങ്കിലും കുട്ടിമണിയെ മനസ്സിനൊപ്പം വിടാൻ ഡോക്ടർ തയ്യാറാകുന്നില്ല. സുഭദ്രയും കാവടിയും കുട്ടിമണിയെ കാണാൻ ആശുപത്രിയിലെത്തുന്നു. മഹാവിഷ്ണുവിന് സുദർശന ചക്രം പോലായിരുന്നു എന്റെ മോക്ക് റബ്ബർ ബാൻഡ്. ഓർമ്മയില്ലേ മോളെ? പഴയ കഥകൾ മുഴുവൻ കേട്ടിട്ടും കുട്ടിമണിക്ക് ഓർമ്മശക്തി തിരിച്ചെടുക്കാനാവുന്നില്ല. ആശുപത്രിയിലെത്തുന്ന സഞ്ജു കുട്ടിമണിയുടെ വിവരങ്ങൾ അന്വേഷിക്കുന്നു. കുഞ്ഞുമണിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുവരാൻ മനസ്സിജൻ തീരുമാനിക്കുന്നു. ജലജ മാണിക്യമംഗലത്തേക്ക് തിരിച്ചെത്തുന്നു. കുഞ്ഞുമണിയുടെ കരച്ചിൽ കാണുന്ന കുട്ടിമണി ശക്തമായി പ്രതികരിക്കുന്നു. കുട്ടിമണിയുടെ പ്രതികരണം ബുദ്ധി വളർച്ചയുടെ തെളിവാണെന്ന് മനസ്സിജൻ. കുട്ടിമണിയുടെ ഓർമ്മശക്തി വീണ്ടെടുക്കാൻ രാഹുലൻ ശ്രമിക്കുന്നു. കുഞ്ഞുമണി നിങ്ങളുടേത് തന്നെയാണെന്ന് ഇരിക്കട്ടെ. ആരാ നിങ്ങൾക്ക് അതിനെ സമ്മാനിച്ചേ? ദൈവത്തിനൊപ്പം ഞാൻ മനസ്സിൽ കാണുന്ന രൂപ എന്റെ ബാലേട്ടൻ്റെത്. ആ മനുഷ്യനെ കുറിച്ചൊരു അക്ഷരം വേണ്ടിയാ കൊന്നുകളെ ഞാൻ. തുടർന്ന് കാണുക. കുട്ടിമണി, ഇയാളെ അറിയോ? ഞാൻ തിരിച്ചു വന്നു. കുട്ടിമണിക്ക് അറിയോ ഇയാളെ? ഓഹോ, കുട്ടിമണി എന്നാണല്ലേ പേര്. നൈസ് നെയിം. കുട്ടി മണി, കുട്ടി മണി, കുട്ടി മണി, കുട്ടി മണി, കുട്ടിമണി. ചിരിക്കുന്നുണ്ടല്ലേ പാവം. തന്റെ കോപ്രായം കണ്ടിട്ട് ഒന്നും കൂടി കാണിച്ചു നോക്കിയേ. ഇനിയാ? കുട്ടി മണി, കുട്ടി മണി, കുട്ടി മണി, കുത്തി മണി, കുത്തി മണി. അയ്യോ, കുത്തി നല്ല കുട്ടി. ഇട്ടി ട ട ഇട്ട ട ഇട്ടല്ല, വട്ടത്തിന്റെ ഇട്ട ട. വട്ടത്തിന്റെ അതെങ്കി അത് ഈശ്വര. ഡോക്ടറുടെ മാഡത്തിന്റെയും ഈ ട്രീറ്റ്മെന്റ് ഫലിക്കുമെന്നാ തോന്നുന്നത്. രണ്ടിനും 50 പൈസയുടെ കുറവുള്ളത് കൊണ്ട് ഒരേ വണ്ടിക്ക് കെട്ടാം. ഇവിടെ ആര്? ഞാനോ? വന്നേ വാ. ചെല്ലേ. സ്കൂളിൽ പഠിക്കുമ്പോ പോലും ഒരു പെൺകുട്ടിയോട് കൂടെ ഞാൻ ഇരുന്നിട്ടില്ല. ഒന്നിരുന്നു നോക്ക്. അത് വേണോ? ചെല്ലേ.
ഇരിക്കേ. എന്തായാലും ഒരു കാര്യം ഉറപ്പായി, തന്നെ കുട്ടിമണിക്ക് നേരത്തെ പരിചയമുണ്ട്. അല്ലെങ്കിൽ ഇത്രയും അടുപ്പം കാണിക്കില്ലല്ലോ. അയ്യോ ഇല്ല, ഹും. സത്യമായിട്ടും ഞാൻ കാട്ടിൽ കൂടെ ഈ ക്യാമറ ഇങ്ങനെ ഓണാക്കിയിട്ട് ഒരു സെൽഫി സ്റ്റിക്ക് എടുത്തു വെച്ചിട്ട് ഓരോന്നിങ്ങനെ ഷൂട്ട് ചെയ്ത് നടക്കുമ്പോഴാ ദേ ഈ കുട്ടിയെ ഞാൻ കാണുന്നത്. അയ്യോ ദേ ഇതില് ചിറ്റനെ കാണാം. അയ്യോ ദേ കൊങ്ങൻ കൊങ്ങൻ. കൊങ്ങനാ? ഞാനാ? പിന്നെ കൊങ്ങൻ പിന്നെ കൊങ്ങൻ കൊങ്ങൻ കൊങ്ങൻ. കൊരങ്ങെന്ന് അവൾ ഉദ്ദേശിച്ചത്. പേഷ്യന്റ് ആളെ തിരിച്ചറിഞ്ഞു തുടങ്ങി. ഈശ്വര, ടെൻഷൻ കാരണമുള്ള ഗ്ലാമറൊക്കെ പോയി തോന്നെ. എന്തൊരു കഷ്ടമായത്. യു ക്യാൻ മേക്ക് വണ്ടേഴ്സ് മിസ്റ്റർ രാഹുലൻ, ദാറ്റ് ഈസ് മൈ നെയിം. അതാണ് അങ്ങനെ. ഇവളെ കൊണ്ട് ഞാൻ തോറ്റു. എന്റെ കാശും വാങ്ങിച്ചോണ്ട് പോയ ഒരാൾ പോലും എന്നെ ഇപ്പൊ മൈൻഡ് ചെയ്യുന്നില്ല. കറുത്ത ഗൗണിട്ട ഒരൊറ്റ എണ്ണത്തെയും വിശ്വസിക്കാൻ പാടില്ലെന്ന് എനിക്ക് ഇപ്പൊ ബോധ്യമായി. ഞാനിപ്പോ വെറും പിച്ചക്കാരിയാ. അയ്യോ, ഹലോ, ഇതാര് സഞ്ജു മോനോ? മോനെ, മോന്റെ അച്ഛനെ വിളിക്കുന്നത്. ജയസേന സാറിനെ. വക്കീലന്മാരും ഫ്രീ ആയിട്ട് കേസ് വാദിക്കാൻ വരുന്നില്ലെന്ന് മോൻ വിളിച്ചു പറഞ്ഞില്ലേ? അന്നേരം തുടങ്ങിയ ഫോൺ വിളിയാ. കരച്ചിലും പിഴിച്ചിലും ദേഷ്യവും ഒക്കെ ഉണ്ട്. നിങ്ങളെന്താ ഇതൊക്കെ ഇവിടെ ഒളിഞ്ഞേക്ക? അത് പിന്നെ ഇതുവഴി നടന്നു പോയപ്പോ ഞാനേ മാനത്ത് കാറുണ്ടോന്ന് നോക്കാൻ വന്നതാ. ഓ, എങ്കിലേ മാനത്തെ കാർ നോക്കി അകത്തേക്ക് പോ. പോ. ഓ, പിന്നെ ഇവർക്കൊക്കെ എന്തു ആവാം. ഞാനൊന്ന് ഒളിഞ്ഞു കേട്ടതാ കുറ്റം. എന്നാ പിന്നെ കൊണ്ടുപോയി തൂക്കിക്കൊന്നു. അങ്ങനെയൊന്നും പറഞ്ഞ പറ്റില്ല. നിങ്ങളുടെ മോൻ കാരണം തന്നെയാ ഞാൻ ഈ അവസ്ഥയിലായത്. എന്റെ മോളെ പുറത്തിറക്കാൻ സഹായിച്ചില്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യും. നിങ്ങളായിരിക്കും അതിന്റെ കാരണക്കാരൻ. ശരി, എന്നിട്ട് പോയില്ല കളവി. മഴക്കാർ നോക്കി തിരിച്ചു വന്നപ്പോ ശ്വാസം മുട്ടൽ കാരണം ഒന്ന് നിന്നുപോയെന്നേ ഉള്ളൂ. എന്റെ പൊന്നേ, ഞാനങ്ങ് പൊയ്ക്കോളാമേ. ഓക്കെ, ഞാൻ വൈകിട്ട് വിളിക്കാം. ആന്റി, സഞ്ജു, ഞാൻ നിന്റെ അച്ഛനെ വിളിച്ചതാ. അഡ്വക്കേറ്റ് വീരമണിയെ ചെന്ന് കാണാനാ പറഞ്ഞത്. അയാള് സഹായിക്കുമെന്ന്. അല്ല, ഞാൻ ചെല്ലുമ്പോ അയാളും കാശിന്റെ കണക്ക് പറയോ? എങ്കിലെന്റെ വായിലിരിക്കുന്ന മുഴുവൻ കേൾക്കും. ഏയ്, കാശിന്റെ കാര്യം വല്ലതും അയാൾ പറഞ്ഞാ അതൊന്നും പ്രശ്നമില്ലെന്ന് പറഞ്ഞാ മതി. അതൊക്കെ എന്റെ പ്രിയപ്പെട്ട നേരാങ്ങളെ ഏറ്റിട്ടുണ്ട്. എന്നെ ചതിച്ചത് നിന്റെ ചേട്ടനല്ലേ? വിഷമിറക്കാൻ കൊത്തിയ പാമ്പ് വന്നില്ലെങ്കിൽ ആ പാമ്പിന്റെ തന്ത വരട്ടെ. അതല്ലേ ന്യായം? ആന്റിയുടെ ബുദ്ധി സമ്മതിച്ചിരിക്കുന്നു. എന്നാൽ ഇനി വൈകണ്ട, ചെല്ലെ അഡ്വക്കേറ്റ് വീരമണിയുടെ അടുത്തേക്ക്. എന്റെ മോളെ എനിക്ക് ഉടനെ പുറത്തിറക്കണം. ശരിയാണ്. പുറത്തിറങ്ങിയത് തന്നെ മോളുടെ കയ്യിലിരിപ്പിന്റെ കൊണമാ. അനുഭവിക്കട്ടെ. അതെ, അഡ്വക്കേറ്റ് വീരമണി പണ്ട് പറഞ്ഞു തന്നെയാ ഇപ്പോഴും പറയുന്നത്. കൈ തുട്ടുണ്ടോ? കൊന്നിട്ട് നേരെ ഇങ്ങി പോരെ, ഊരിയെടുത്തു തരാം. ഇനി തുട്ടില്ലേ, ഐ ആം വെരി സോറി. പ്രായം ആയതുകൊണ്ടേ അധികം കേസൊന്നും ഏറ്റെടുക്കാൻ വയ്യാന്ന് പറയും ഞാൻ. പഴയ കഥയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അത് പഴയ കേസ്, ഇത് പുതിയ കേസ്. ശരി. അനിയൻ ആലോചിച്ചിട്ട് വിളിക്കേ, ഞാൻ വെക്കുക.
അല്ലേ, അവൻ കേസ് നടത്തി കുടുംബം പിടിച്ചെങ്കിൽ ഞാൻ എന്ത് വിളിച്ചു? ഓരോരോ വയ്യാവേലികള്. ആ, അനിയൻ എന്താ വന്നേ? ഞാൻ ഡിവൈഎസ്പി ജയസേനന്റെ മകനാ. ഓ, എന്നെ വിളിച്ചിരുന്നു. ഹീസ് മൈ ഡിയറസ്റ്റ് ഫ്രണ്ട്. ജയസേനൻ ഒക്കെ എന്നോട് പറഞ്ഞു. ഒരൊറ്റ കാര്യം മാത്രം എനിക്ക് അറിഞ്ഞാൽ മതി. ഈ മതികല എന്ന് പറയുന്ന കൊച്ച് ഇതൊക്കെ ചെയ്തതാണ്. ഉള്ള കാര്യം തുറന്നു പറഞ്ഞു. വൈദ്യരോടും വക്കീലിനോടും കള്ളം പറയരുതെന്നാ. തുറന്നു പറഞ്ഞോ മോനെ. ജയസേനന്റെ മോൻ എനിക്ക് എന്റെ മോനെ പോലെ തന്നെ അനിയാ. ഞാൻ ചോദിക്കുന്നതേ എന്റെ ബില്ലിംഗ് പർപ്പസിന് വേണ്ടിയാ. നിരപരാധിയാണെങ്കിൽ ഒരു എമൗണ്ട്, അപരാധിയാണെങ്കിൽ വേറൊരു എമൗണ്ട്. ഫ്രണ്ട്ഷിപ്പ് വേറെ, ബിസിനസ് വേറെ. അല്ല, അത് അപരാധി തന്നെയാ. ആ, ഓക്കെ. എങ്കിൽ ജാമ്യം കിട്ടിക്കഴിഞ്ഞെന്ന് വിചാരിച്ചോ? ആ, ഇന്ന് തന്നെ നമുക്ക് ജാമ്യത്തിനുള്ള പേപ്പറുകൾ നീക്കാം. ആ, കാര്യങ്ങൾ ഒഫീഷ്യലായി തന്നെ പോട്ടെ, അതാ നല്ലത്. ഹലോ, അഡ്വക്കേറ്റ് വീരമണിയാണേ. ആ പറഞ്ഞോളൂ. ഒരു കേസിന്റെ കാര്യത്തിന് വേണ്ടി വിളിച്ചതാ സാറേ. മതികല എന്നൊരു കൊച്ചിനെ നിങ്ങൾ റിമാൻഡ് ചെയ്തിട്ടില്ലേ? ആ കേസ് ഞാനാ വാദിക്കുന്നത്. പേപ്പറുകളൊക്കെ ഒപ്പിടാൻ എനിക്ക് ആ കൊച്ചിനെ ഒന്ന് കാണണമായിരുന്നു. ആ പ്രതി ഇപ്പം ജയിലിലല്ല, ഹോസ്പിറ്റലിലാണ്. അറിയാം. ഏത് ഹോസ്പിറ്റലാണെന്ന് കൂടി സാറ് പറയണം. എന്തിന്? ഞാനതൊക്കെ എന്തിന് നിങ്ങളോട് പറയണം? പറഞ്ഞില്ലെങ്കിൽ അതിന് പച്ച മലയാളത്തിൽ നീതി നിഷേധമെന്ന് പറയും. റിമാൻഡിലായ പ്രതിക്ക് നിയമോപദേശം നേടാനുള്ള അർഹതയുണ്ടെന്ന് ഞാൻ സാറിനോട് പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ. പഴയ കാലമൊന്നും അല്ല സാറേ. മീഡിയ ഭയങ്കര സ്ട്രോങ്ങാ. പിന്നെ മനുഷ്യാവകാശ കമ്മീഷൻ, വനിതാ കമ്മീഷൻ, അങ്ങനെ അങ്ങനെ പോണോ? വേണ്ട, ഞാൻ പറയാം. ഗുഡ്. പിന്നെ ആ ഹോസ്പിറ്റലിൽ വിളിച്ചൊന്ന് പറഞ്ഞേക്കണം, അഡ്വക്കേറ്റ് വീരമണി വരുന്നുണ്ടെന്ന്. കാര്യങ്ങളൊക്കെ സ്മൂത്തായിട്ട് തന്നെ നടക്കട്ടെന്നേ. ഓക്കെ, താങ്ക് യു. അനിയ, SP അനിയൻ നമുക്ക് വഴിയൊക്കെ തെളിച്ചു തന്നിട്ടുണ്ട്. വാ. നീ ഇവിടെ നിന്നാ മതി. നിയമപ്രകാരം വക്കീൽ മാത്രമേ പ്രതിയെ കാണാൻ പാടുള്ളൂ. ഓ, എന്ത് നിയമം സാറേ? സാറുള്ളപ്പോ ആരെ പേടിക്കാനാ? അതങ്ങ് പള്ളിയിൽ ചെന്ന് പറഞ്ഞാ മതി. നിയമത്തിന്റെ വഴിക്ക് തന്നെ പോവും. ഇവിടെ നിന്നാ മതി. താനാണോ ഡ്യൂട്ടി? SP സാറ് പറഞ്ഞിരുന്നു സാറ് വരുമെന്ന്. പറയും. അതിരിക്കട്ടെ, നമ്മളാരാ? ഞാനേ മേഡത്തിന് വേണ്ടപ്പെട്ട ആള് തന്നെ. ഞാൻ അഡ്വക്കേറ്റ് വീരമണി. കുട്ടിയുടെ വക്കാലത്ത് ഒപ്പിട്ട് വാങ്ങാൻ വന്നതാ. കാര്യങ്ങളൊക്കെ എനിക്കറിയാം. കൊച്ചിന്റെ അമ്മാവൻ ജയസേന എന്റെ അനിയനാ. ദേ, ജയസേനന്റെ മോൻ പുറത്ത് നിൽക്കണം. ഒന്നും പേടിക്കണ്ട, നമുക്ക് ഉടനെ പുറത്തിറങ്ങാന്നേ. പറഞ്ഞാ മതി എവിടെ ഒപ്പിടേണ്ടെന്ന്. എനിക്ക് വിശ്വാസമാണ്. ഇതാണ് എനിക്കിഷ്ടം. നോ ജനറേഷൻ ഗ്യാപ്പ്. ഒപ്പിടും. അടുത്ത പേജ്. ഇപ്പുറത്ത്. അവിടെ മതി. ജയിലിൽ ഞാൻ അനുഭവിച്ച പീഡനങ്ങൾക്ക് കയ്യും കണക്കുമില്ല. എന്നെ നോവിച്ചവർക്ക് അതിനുള്ള ശിക്ഷ കൊടുത്തേ പറ്റൂ. എന്താ വക്കീലെ അതിനൊരു വഴി? കൊടുക്കാം, ഒരു പ്രശ്നവുമില്ല. മീഡിയ, വനിതാ കമ്മീഷൻ, മനുഷ്യാവകാശ കമ്മീഷൻ ഒക്കെ ഇടപെടുത്തിക്കാം. പക്ഷേ അതിനൊക്കെ ആദ്യം കൊച്ച് ഈ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി തിരിച്ച് ജയിലിലെത്തണം. ഈ പറഞ്ഞ ടീമുകളൊക്കെ അതിനുശേഷം വേണം ഇടപെടാൻ. എന്നാലേ നമ്മുടെ ജാമ്യാപേക്ഷ സ്ട്രോങ് ആവും. മനസ്സിലായി. ചെയ്യാത്ത തെറ്റിന് നിരപരാധിയായ ഭർത്താവ് പോലും കൈയൊഴിഞ്ഞ യുവതിക്ക് ജയിലിൽ ക്രൂരമായ പീഡനം. ഒരിക്കൽ ഹോസ്പിറ്റലിലായ മതികല എന്ന ആ പാവം പെൺകുട്ടിക്ക് വീണ്ടും പീഡനം. ഞാനൊരു നിരാഹാരം കൂടി നടത്തിയ കളം ഒന്നുകൂടി കൊഴുക്കും അല്ലേ? എന്താ സംശയം?
ജാമ്യം ഷുഗറല്ലേ? എനിക്ക് എത്രയും വേഗം പുറത്തിറങ്ങണം. എന്റെ തകർച്ച കണ്ട് സന്തോഷിക്കുന്നവരുടെ മുൻപിലേക്ക് പഴയതിലും അധികം ശക്തിയോടെ എനിക്ക് ചെന്ന് നിന്നേ പറ്റൂ. അതെ, കളി എനിക്ക് ഒന്നേന്ന് തുടങ്ങണം. പിന്നെ ആ പുറത്തു വയ്ക്കുന്ന പാറാവുകാരനെ അധികം നമ്പണ്ട. ഐ നോ ഹിം. SP ശ്രീനിവാസന്റെ ഒറ്റുകാരനാവൻ. അവന്റെ മൊബൈലിൽ നിന്ന് കൊച്ചു വിളിക്കുന്ന കോളുകൾ ട്രേസ് ചെയ്യപ്പെടുന്നുണ്ടാവും. ബി കെയർഫുൾ. ഓക്കെ, അപ്പൊ അങ്ങനെയാണല്ലേ കാര്യങ്ങൾ. താങ്ക്സ് ഫോർ ദ ഇൻഫർമേഷൻ. ഇവിടുന്ന് ജയിലിലേക്ക് മടങ്ങിയെത്താനുള്ള വഴിയും ആ മൊബൈലിൽ നിന്ന് തന്നെ ഞാൻ കണ്ടെത്തിക്കോളാം. ആരെങ്കിലുമൊക്കെ വിളിച്ച് ഞാൻ ഇവിടെ അസുഖം നടിച്ച് കിടക്കാണെന്ന് പറഞ്ഞ പോരെ? മണ്ടൻ SP-യുടെ വിഡ്ഢിത്തരങ്ങളെ കുറിച്ചും പറയാം. ഇവനെയൊക്കെ വിറ്റ കാശുണ്ട് ഈ മതികലയുടെ കയ്യില്. മോനെ, കുഞ്ഞിനെ ഇങ്ങതാ മോനെ, ഞാൻ എടുക്കാം. അപ്പച്ചിയമ്മ എന്തിനാ ഇങ്ങോട്ട് വന്നത്? അതും ഈ രാത്രിയില്? ഈ കുഞ്ഞിനെ പോലും കുട്ടിമണി തിരിച്ചറിഞ്ഞില്ല എന്ന് കേട്ടപ്പം സഹിച്ചില്ല. നെഞ്ചു പൊട്ടുന്നതിന് മുമ്പ് നിന്നോട് ഇത്തിരി സംസാരിക്കണമെന്ന് തോന്നി. അതാ ഞാൻ വന്നത്. എന്താ അപ്പച്ചിയമ്മേ? അപ്പച്ചിയപ്പം പറഞ്ഞത് നീ ഓർക്കുന്നില്ലേ? കുഞ്ഞിനെ വിട്ടുകൊടുക്കുന്നതിനെ പറ്റി. ആ പറഞ്ഞതിൽ കാര്യമില്ലേ മോനെ? ത്യാഗം സഹിച്ച് ദൈവമാകണമെന്നൊന്നും അല്ല അപ്പച്ചിയമ്മ പറയുന്നത്. ഈ കുഞ്ഞിനെ കുറിച്ച് ഓർക്കണമെന്നാ. ഒരമ്മയുടെ മുലപ്പാലും ചൂടും താരാട്ടും ഒക്കെ വേണം ഇവൾക്ക്. ഇപ്പം മനുഷ്യന്മാര് തമ്മിലുള്ള വഴക്കിൽ ഏറ്റവും നഷ്ടം വന്നിരിക്കുന്നത് ഇവക്ക. ആശുപത്രി വരാന്തയിൽ ഇങ്ങനെ കിടക്കേണ്ടവളാണോ ഇവള്? അപ്പച്ചിയമ്മ എന്താ പറഞ്ഞു വരുന്നത്? ഈ കുഞ്ഞിനെ സീതയ്ക്ക് കൊടുത്തേക്ക് പോലെ. പെറ്റമ്മയ്ക്ക് വേണ്ടെങ്കിൽ പോറ്റമ്മ വളർത്തട്ടെ ഇവളെ. ഇല്ല, എന്റെ ജീവനാ കുഞ്ഞുമണി. അപ്പച്ചിയമ്മ കുഞ്ഞിനെ തന്നെ. നീ എന്റെ കയ്യിൽ നിന്ന് മോളെ തട്ടിപ്പറിക്കൊന്നും വേണ്ട. ഞാനിവളെ ബലമായിട്ട് പിടിച്ചുകൊണ്ടാ വന്നതുമല്ല. നിറഞ്ഞ മനസ്സോടെ വേണം നീ ഇവളെ സീതയ്ക്ക് കൊടുക്കാൻ. അത് നടക്കില്ല അപ്പച്ചമ്മേ, ഞാനതിന് സമ്മതിക്കത്തില്ല. ഞാൻ പറയുന്നത് മുഴുവനും കേട്ടിട്ട് നീ തീരുമാനം എടുത്താ മതി മോനെ. ബാലൻ കുഞ്ഞിനെ നിന്നെ ഏൽപ്പിച്ചതോടെയാ ഇപ്പോഴത്തെ പ്രശ്നത്തിന്റെ ഒക്കെ തുടക്കം. വയലോരം വീടാകെ ചിതറിപ്പോയി. സീത ഒരിടത്ത് കരഞ്ഞു കരഞ്ഞു ജീവിക്കുന്നു. കുട്ടിമണി ഇവിടെ കിടക്കുന്നു, ഓർമ്മ പോലും ഇല്ലാതെ. ബാലൻ ആ ആശുപത്രിയിലും. ഇതിനൊക്കെ പരിഹാരം ഉണ്ടാകണമെങ്കിൽ എല്ലാരും പഴയതുപോലെ വയലോരം വീട്ടിലല്ല. അതിനുള്ള വഴിയായി ഈ കുഞ്ഞ്. ഈ കുഞ്ഞിനെ കിട്ടിയ സീത തിരിച്ചു വരും. ഈ കുഞ്ഞിനെയും വയ്യാതായ ബാലനെയും അവള് പൊന്നുപോലെ നോക്കിക്കൊള്ളും. നമ്മുടെ വീട്ടിലെത്തിയാൽ കുട്ടിമണിയുടെ അസുഖവും മാറും മോനെ. നിന്റെ കൺമുമ്പിൽ തന്നെ ഇവള് വളരും. ഈ കുഞ്ഞിന് ഒരമ്മയെ കൂടി കിട്ടിയെന്ന് കരുതിയാ മതി. ഭാഗ്യം ചെയ്ത കുഞ്ഞുങ്ങൾക്കല്ലേ അങ്ങനെയൊക്കെ കിട്ടും. സ്വന്തം പെങ്ങൾക്കും കുടുംബത്തിനും വേണ്ടി ബാലൻ ചെയ്ത ത്യാഗത്തിന്റെ ഫലമാ അവന്റെ ഈ കിടപ്പ്. ഇപ്പോ നിന്റെ അവസരമാ മോനെ. ഒരുപാട് സങ്കടം ഉണ്ടാവുമെന്ന് എനിക്കറിയാം. എന്നാലും എല്ലാവർക്കും നല്ലതേ വരൂ. അതിനുള്ള വഴിയാ ദൈവം നിന്റെ മുന്നിൽ ഒരുക്കി വെച്ചിരിക്കുന്നത്.
രവേട്ടാ, സിജ, അനിയത്തിക്ക് വേണ്ടി സ്വന്തം ജീവിതം ഹോമിച്ച ബാലേട്ടനെ എനിക്കൊന്ന് കാണണം. എന്താ അപ്പച്ചമ്മ സിജിനെ പറ്റി? ബാലേട്ടന്റെ ഈ തകർച്ചയ്ക്ക് ഞാനും കാരണക്കാരനാണ്. വിഷമിക്കാതെ മക്കളെ, എല്ലാം നല്ലതിന്. രവേട്ട, കുഞ്ഞിനൊന്ന് പിടിക്കും. സിജ, എവിടെ പോകുന്നു? സിജ, അവനെ പിറകെന്ന് വിളിക്കണ്ട, ഒരു നല്ല കാര്യത്തിന് പോവുക. നല്ല കാര്യത്തിനോ? അപ്പച്ചമ്മ മോളെ ഒന്ന് പിടിച്ചേ. മോളെ, സിജ, സിജ, സിജ ഒന്ന് നിക്ക്. സിജ, സിജ ഒന്ന് നിന്നേ. സിജിന് ഇതെന്താ പറ്റിയത്? കുഞ്ഞിനെ എന്റെ കയ്യിൽ തന്നിട്ട് സിജിന് ഇത് എവിടേക്കാ പോകുന്നേ? കുഞ്ഞുമണിയെ ഞാൻ ഏൽപ്പിച്ചത് രവിയേട്ടന്റെ കയ്യിലാണെങ്കിലും മനസ്സുകൊണ്ട് കൈമാറിയത് ബാലേട്ടനാണ്. വയലോരം വീടിനും കുട്ടിമണിക്കും വേണ്ടി ജീവിച്ച ബാലേട്ടന്, അവർക്ക് വേണ്ടി ജീവിതം ഹോമിച്ച ബാലേട്ടന്, ആ ബാലേട്ടന് കൊടുക്കാൻ ഇപ്പൊ എന്റെ കയ്യിൽ കുഞ്ഞുമണി മാത്രമേ ഉള്ളൂ. സിജൻ എന്തൊക്കെയാ പറയുന്നത്? കുഞ്ഞുമണിയെ വിട്ടുകൊടുക്കാനോ? എന്നിട്ട് സിജൻ എവിടെ പോവും? എന്റെ കാര്യം വിട്ടേക്ക്. എല്ലാവരും ഇനി വയലോരം വീടിന്റെ നന്മ മാത്രം നോക്കിയാൽ മതി. എല്ലാ അപ്പച്ചിയമ്മ പറയും എനിക്കൊരു ജോലി കൂടി ബാക്കിയുണ്ട്. സിജ, വാ മോളെ, വാ. അപ്പച്ചമ്മേ, സിജിൻ കുഞ്ഞിനെ എവിടെ ഏൽപ്പിച്ച് എങ്ങോട്ടാ പോയത്? നീ വെറുതെ വിഷമിക്കണ്ട, അവൻ പോയതുപോലെ ഇങ്ങ് തിരിച്ചു വരും. അങ്ങനെ പറഞ്ഞാൽ പറ്റത്തില്ല അപ്പച്ചമ്മേ. എന്തൊക്കെയാ ഇവിടെ നടക്കുന്നതെന്ന് എനിക്കൂടി അറിയണ്ടേ? എന്നാ കേട്ടോ, അവൻ പോയത് സീതയുടെ അടുത്തേക്ക്. എന്തിന്? ഈ കുഞ്ഞുമണിയെ അവക്ക് കൊടുക്കാൻ സമ്മതമാണെന്ന് പറയാൻ. സമ്മതിക്കത്തില്ല, സമ്മതിക്കത്തില്ല ഞാൻ. ബാലേട്ടന്റെ അവസ്ഥ കണ്ടവനാ ഞാൻ. അവര് തിരിച്ചു വന്നിരുന്നെങ്കിൽ ബാലേട്ടൻ ഈ കിടപ്പ് കിടക്കേണ്ടി വരില്ലായിരുന്നു. വിവരം അറിഞ്ഞിട്ടും തിരിഞ്ഞു നോക്കി അവര്. കുഞ്ഞിനെ കിട്ടുമെന്ന് പറഞ്ഞ് അവരിങ്ങോട്ട് വരട്ടെ, വച്ചിട്ടുണ്ട് ഞാൻ. ദിവസങ്ങളായി എന്റെ ഉള്ളിൽ എരിയുന്നൊരു കനലുണ്ട് അപ്പച്ചമ്മേ. അതിന്റെ ചൂടിൽ വെന്തുരുകി പോകും സീതേർത്തി. മോളെ, ഞാൻ എത്ര നേരമായി പറയുവാ, ഇതങ്ങോട്ട് കഴിക്കും മോളെ. രാവിലെ നീ ഒന്നും കഴിച്ചില്ലല്ലോ, എഴുന്നേറ്റ് നടക്കേണ്ടതല്ലേ? എന്തിനു വേണ്ടിയാ, ആർക്ക് വേണ്ടിയിട്ടാ ഞാൻ എഴുന്നേറ്റ് നടക്കേണ്ടത്? അമ്മ പറ. നിന്റെ കുഞ്ഞിനെ നമുക്ക് തിരിച്ചു കിട്ടുമ്പോ അതിനെ ഒന്ന് എടുക്കാനുള്ള ആരോഗ്യമെങ്കിലും വേണ്ടേ മോളെ? അതിനുള്ള ആഹാരമൊക്കെ ഞാൻ കഴിക്കുന്നുണ്ട്. ഇതൊരു തപസ്സമ്മേ. ഈ തപസ്സിലൂടെ എന്റെ കുഞ്ഞിനെ ഞാൻ എന്റെ അടുത്തേക്ക് വരുത്തും. സീതേർത്തി, സീതേർത്തി, നീയോ? നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്? എന്റെ മോള് ജീവിച്ചിരിപ്പുണ്ടോന്ന് അറിയാനാണോ? ഈ ചോദ്യം ഞാൻ അങ്ങോട്ട് ചോദിക്കേണ്ടതാ. ബാലേട്ടൻ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്ന് അറിയാനെങ്കിലും നിങ്ങളുടെ മോള് വന്നോന്ന്. ഞാനത് ചോദിക്കുന്നില്ല. കാരണം എല്ലാ വഴക്കുകളും പ്രശ്നങ്ങളും അവസാനിപ്പിക്കാൻ വേണ്ടിയാ ഈ വരവ്. സിജ, എവിടെ എന്റെ കുഞ്ഞ്? പറയാതെ ഞാൻ വിടില്ല. എവിടെ എവിടെ അവള്? സീതേർത്തി, എന്നെ വിട്. എല്ലാ പ്രശ്നങ്ങളും നമുക്ക് തീർക്കാം. തീരില്ല, ഒരു പ്രശ്നവും തീരില്ല. എന്റെ കുഞ്ഞിനെ എന്റെ നെഞ്ചോട് ചേർക്കാതെ ഒരു പ്രശ്നവും തീരില്ല. പ്ലീസ്,
എന്റെ കുഞ്ഞിനെ എനിക്ക് താ. അവളില്ലെങ്കിൽ ഞാൻ മരിച്ചു പോവും. കുഞ്ഞ് ആരുടേതാണെന്ന വാദത്തിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. ഇനിയിപ്പോ അതിന്റെ ആവശ്യമില്ല. പക്ഷെ ഒരു കാര്യം എല്ലാവരും ഓർക്കണം, കുഞ്ഞുമണി നിങ്ങളുടേത് തന്നെയാണെന്ന് ഇരിക്കട്ടെ, ആരാ നിങ്ങൾക്ക് അതിനെ സമ്മാനിച്ചേ? ബാലേട്ടൻ തന്നെയല്ലേ? ആ മനുഷ്യന് സീതേടത്ത് എന്താ തിരിച്ചു കൊടുത്തത്? ക്ഷമിക്കണം, ഇതൊന്നും പറയാനല്ല ഞാൻ വന്നത്. പക്ഷെ ഞാൻ അറിയാതെ കുഞ്ഞുമണി എന്നെ ഏൽപ്പിച്ചത് ബാലേട്ടനാ. അതൊരു മഹാത്യാഗമായിരുന്നു. അതോടെ ബാലേട്ടനെല്ലാം നഷ്ടപ്പെട്ടു. ജീവിതം, മനസ്സ്, ജീവൻ ഒക്കെ. ജീവനോ? നെഞ്ചിലവശേഷിക്കുന്ന ഇത്തിരി ശ്വാസത്തിന് ജീവനെന്ന് പറയാൻ പാടുണ്ടോ? എനിക്കറിയില്ല. എല്ലാറ്റിനും കാരണം കുട്ടിമണിയോടും എന്നോടും കാണിച്ച ത്യാഗമാ. ബാലേട്ടൻ ഞങ്ങൾക്ക് തന്ന ദാനം ഞാൻ തിരിച്ചു തരുക, പൂർണ്ണ മനസ്സോടെ. ബാലേട്ടന്റെ കൈകളിൽ കുഞ്ഞുമണി ഏൽപ്പിക്കണമെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ ഒരു ജീവച്ഛവമായി കിടക്കുന്ന ബാലേട്ടന്റെ അടുത്ത് എങ്ങനെയാണ് ഞാൻ കുഞ്ഞിനെ ഏൽപ്പിക്കുന്നത്? ആ പാവം എന്തെങ്കിലും അറിയുന്നുണ്ടെന്ന് ദൈവത്തിന് മാത്രമേ അറിയൂ. ബാലേട്ടന്റെ കയ്യിൽ നിന്ന് വാങ്ങിയ കുഞ്ഞുമണിയെ ഞാൻ രവിയേട്ടന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇനിയെല്ലാം നിങ്ങളൊക്കെ കൂടി തീരുമാനിച്ചോ? കൊച്ചിനെ കെട്ടവനെ, പോലീസുകാർ നിന്നെ തെരഞ്ഞ് തേരാപ്പാര നടക്കുമ്പോ നീ ഇവിടെ വന്ന് കഥാപ്രസംഗം നടത്തുകയാണല്ലേ? ഇവിടെയാണോ? പോലീസിനെ വിളിക്കണി. അവര് ഇടിച്ചു നിന്റെ പരിപ്പിളക്കി പറയിക്കും കുഞ്ഞ് എവിടെയാണെന്ന്. അമ്മാമ്മേ, കുഞ്ഞിനെ എനിക്ക് വിട്ടുതരാന്ന് പറയാനാ സിജ വന്നത്. ഓ അങ്ങനെ. എടാ കള്ള, പോലീസ് പിടിക്കുമെന്നായപ്പോ നീ കൊച്ചിനെ വിട്ടു തന്ന് കേസി നൂരാൻ നോക്കുകയാണല്ലേ? പോലീസല്ല പട്ടാളം വന്നാലും എന്റെ കുഞ്ഞുമണി ഞാൻ വിട്ടുതരില്ലായിരുന്നു. നീ വിട്ടുതരുന്നത് നകുലിനെ പേടിച്ചല്ലിടാ. അവനെ എന്റെ വിത്ത് ഗുണം 10 ഗുണം. സീതർത്തി, ഈ ഭ്രാന്ത് കേട്ട് നിൽക്കാൻ എനിക്ക് താല്പര്യമില്ല. കുഞ്ഞിനൊപ്പം ജീവിക്കണമെന്ന് സീതർത്തി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സീതർത്തി പോണം. എവിടേക്ക്? നിന്റെ അച്ചി വീട്ടിലേക്ക്. ആ, അവിടത്തെ പൊറുതി എവിടെ മതിയാക്കി. കുഞ്ഞിനെ വേണമെങ്കിൽ എവിടാ ചെല്ലേണ്ടതെന്ന് ഞാൻ സീതർത്തിയോട് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ ബാലേട്ടനെ ഈ അവസ്ഥയിലാക്കാൻ കാരണക്കാരനായി നിങ്ങളോടെ കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യം എനിക്കില്ല. അവന്റെ കാറ്റ് പോകാറായെങ്കിലേ അതവന്റെ കൈയിരിപ്പിന്റെ ഗുണമാ. ഞങ്ങളുടെ പൊടിക്കൊച്ചിനെ എടുത്തേ അവൻ നിന്റെ കൈ തന്നില്ലേ, അതിനനുഭവിക്കും. ദൈവത്തിനൊപ്പം ഞാൻ മനസ്സിൽ കാണുന്ന രൂപ എന്റെ ബാലേട്ടൻ്റെത്. ആ മനുഷ്യനെ കുറിച്ചൊരു അക്ഷരം മിണ്ടിയാ കൊന്നുകളെ ഞാൻ. വല്യണ്ണ, മനസ്സ് ഞാൻ പൊയ്ക്കോട്ടെ. ബാലൻ കിടക്കുന്ന ആശുപത്രി ചെന്ന് കുഞ്ഞിനെ എടുത്തോളാൻ പറയാനാ ഇവൻ വന്നേ. അതെ, കുഞ്ഞിനെ എടുത്തോണ്ട് പോകാൻ പറയാനല്ല ഞാൻ വന്നത്. കുഞ്ഞെവിടെ ഉണ്ടോ അവിടെ ചെന്ന് ജീവിക്കാൻ പറയാൻ. വേലായുധനോട് വേണ്ട. എന്റെ സീതയെ പിന്നെ ഞാൻ നരകത്തിലോട്ട് കെട്ടിയെടുക്കാൻ ഈ അമ്മാമ്മ സമ്മതിക്കത്തില്ല. അതൊക്കെ നിങ്ങൾ അമ്മാവനും അനന്തരവളും കൂടി അങ്ങ് തീരുമാനിച്ചാൽ മതി. എന്റെ കർമ്മം കഴിഞ്ഞു. സീതർത്തി, വിശന്ന് കരയുന്ന ആ കുഞ്ഞിന് ഒരിറ്റു മുലപ്പാൽ കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ സീതർത്തി ഒഴുക്കിയ കണ്ണീരിന് ഒരു വിലയുണ്ടാവില്ല. ഞാൻ പോവാ. സിജനോടൊപ്പം ഞാനും വരുന്നുണ്ട്. എന്റെ കുഞ്ഞുള്ളടുത്താ ഇനി ഈ സീതയുടെ ജീവിതം. ഞാൻ ആ വഴിക്കല്ല സീതർത്തി. ഉടനെ ഞാൻ എൻ്റെ മോളെ കണ്ടാൽ ചിലപ്പോ ഈ തീരുമാനം മാറിയെന്നിരിക്കും. സീതർത്തി ഇനി കരയരുത്. കരച്ചിൽ എൻ്റെ കൂടപ്പുറപ്പായതുകൊണ്ട് എനിക്കതൊന്നും സാരമില്ല. മോളെ സീതേ,
മോളെ കഥ തുറക്ക്. എടി വനജെ, അവൾ അകത്തോട്ട് കയറിയപ്പോഴാ എന്റെ ശ്വാസം നേരെ വീണത്. ഇവൾ ഇതിനകത്ത് എന്തെടുക്കുവാ? മോളെ സീതേ, ഞാൻ വിളിച്ചിട്ട് മിണ്ടുന്നില്ല വല്യണ്ണ. മോളെ എടി സീതേ, ഇനി അവള് വല്ല കടുങ്കയും കാണിക്കൂ. വല്യണ്ണനൊന്നും മിണ്ടാതിരുന്നേ. സീതേ, നീ എങ്ങോട്ടായി പോകുന്നത്? പറഞ്ഞത് കേട്ടില്ലേ അമ്മമ്മ? എന്റെ കുഞ്ഞുള്ളിടത്താ ഇനി എന്റെ ജീവിതം. മോളെ സീതേ, 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 മോളെ സീതേ, നിൽക്കൂ മോളെ. നിന്നോട് നിൽക്കാനാ പറഞ്ഞത്. സീതേ. നീ പോകരുത്. മോളെ. നീ പോകാതെ തന്നെ നമുക്ക് കുഞ്ഞിനെ ഇങ്ങ് കൊണ്ടുവരാം. ഞാൻ നകുലിനെ വിളിക്കാം, അവൻ കൊണ്ടുവരും. അമ്മമ്മ മുമ്പിൽ നിന്ന് മാറ്, എനിക്ക് പോയേ പറ്റൂ. വീടില്ല ഞാൻ. എന്റെ ശവത്തെ ചവിട്ടിയെ നിനക്ക് പോകാൻ പറ്റൂ. മോളെ, കുഞ്ഞിന് പാല് കൊടുക്കാൻ പോലും കഴിയാതെ ഗതികെട്ട് നിൽക്കുന്ന ഒരു അമ്മയാ ഞാൻ. നിവൃത്തിയില്ലാതെ വന്ന അമ്മമ്മ പറഞ്ഞ പോലെ തന്നെ എനിക്ക് ഇവിടെ ഇറങ്ങി പോവേണ്ടി വരും. മോളെ മാറ്, മാറമ്മേ. മോളെ മോങ്ങണ്ട. വേണ്ടി വന്നാ എന്നെ കൊല്ലുവെന്നാ അവള് പറഞ്ഞിട്ട് പോയതിന്റെ അർത്ഥം മനസ്സിലായോ? സിറ്റി ഹോസ്പിറ്റൽ വരെ പോണം. എന്റെ വീടിന്റെ പടി നിങ്ങൾ കടന്നിരുന്നെങ്കിലേ ആ മുറ്റത്ത് തന്നെ നിങ്ങളുടെ ശവമടക്കം നടത്തിയേനെ. നിങ്ങളെ കാണാനോ നിങ്ങളുടെ സുഖവിവരം തിരക്കാനോ ഒന്നും അല്ല സീത വന്നത്. നിങ്ങൾക്ക് ഒരിക്കലും ഗതി കിട്ടില്ല, ഒരിക്കലും മനസ്സമാധാനം ഉണ്ടാവില്ല. നിങ്ങൾ നീറി 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 ചാവും. വയലൂരം വീട്ടിലെ ബാലചന്ദ്ര, നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല. നിങ്ങളുടെ സർവനാശം ഈ സീതയുടെ ലക്ഷ്യം. കുത്തനെ ഉള്ളൊരു മല, ഞാനിങ്ങനെ കേറി അങ്ങോട്ടങ്ങ് പോവാ. പരിപൂർണ നിശബ്ദത. ഇടയ്ക്കിടയ്ക്ക് നിൽക്കും, സെൽഫി എടുക്കും, നടക്കും, പിന്നെയും നടക്കും, നിൽക്കും, സെൽഫി എടുക്കും, പിന്നെയും നടക്കും. രാത്രിയാണെന്നല്ലേ പറഞ്ഞത്? സെൽഫി എടുത്താ കിട്ടുവോ? 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 ഫ്ലാഷ് ഉണ്ടല്ലോ. ഓ, മനസ്സിലായി. എനിക്കും മനസ്സിലായി. കുട്ടിമണി, എനിച്ചുമല്ല. ഇങ്ങോട്ട് നോക്ക്. എനിക്കും. എനിക്കും അല്ല, എനിക്കും. എനിക്കും അങ്ങനെ തന്നെ. അതൊക്കെ പോട്ടെ, എന്റെ കഥ കേക്ക് കുട്ടിമണി. അങ്ങനെ സെൽഫി എടുത്തെടുത്ത് ചെല്ലുമ്പോ എന്തിലോ ഞാനൊന്ന് തട്ടി. നോക്കുമ്പോ എന്തിലാ അങ്ങനങ്ങ് നിക്കുവാ ഒരു ഒറ്റൻ. ഒറ്റയാനെന്ന് പറഞ്ഞ ആന, കൊമ്പനാന. കൊമ്പിന് ദേ ഈ നീളമുണ്ട്, വലിപ്പം ഈ മുറിയുടെ അത്രയും. തുമ്പിക്കയും പൊക്കി അവൻ അങ്ങനെ ഒരു നിപ്പ. ഒരു തട്ട് തട്ടിയാ ഞാൻ തീർന്നു. സെൽഫി എടുക്കണമെന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്. എടുക്കാൻ പറ്റുമോ? ഫ്ലാഷ് ഇട്ടാൽ ആന എന്നെ ചവിട്ടി കൂട്ടില്ലേ? പേടിക്കണ്ട കുട്ടിമണി, ഇതൊക്കെ രാഹുലന്റെ പുളുവല്ലേ.
ഒറ്റയാനെ 1 കിലോമീറ്റർ അകലത്ത് കണ്ട ഇയാള് പേടിച്ച് ചാവും. രാഹുല, കുട്ടിമണി പേടിപ്പിക്കരുത് കേട്ടോ. പേടിപ്പിച്ചല്ലോ രാഹുല. അതെ കുട്ടിമണി, രാഹുലനല്ല, രാഹുലൻ. 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 ആ, ഈ കൂട്ടിച്ചേർക്കുമ്പോഴാണല്ലേ പ്രശ്നമാവുന്നത്. പറയൂ കുട്ടിമണി. രാഹുലൻ. രാഹുലൻ. ശരിയല്ലേ? ശരിയല്ലേ? ഇപ്പൊ ശരിയായി. ഇന്നത്തെ ട്രീറ്റ്മെന്റ് ഇത്രയും മതി. രാഹുലൻ വന്നേ. പിന്നെ കാണാം കുട്ടിമണി. പോണ്ട രാഹുലൻ. രാഹുലൻ പോണ്ട. പോകാതെങ്ങനെ കുട്ടിമണി? എനിക്ക് വേറെ ജോലിയില്ലേ? എന്നാ ചേച്ചി നോക്കോ. രാഹുലൻ അല്ല, രാഹുലൻ ഇവിടെ നിന്നാ മതി. കുട്ടിമണിക്ക് നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ടല്ലേ മാഡം? ഇപ്പൊ 2 തവണ ഞാൻ പറയാതെ തന്നെ എന്റെ പേര് തിരുത്തി പറഞ്ഞു. അതെ അതെ, താൻ കൂട്ടിരുന്ന കുട്ടിമണിക്ക് ഭേദാവെന്ന് ഉറപ്പാ. പക്ഷേ എന്ത് വിശ്വസിച്ചാ ഒരു പെണ്ണിന്റെ കൂടെ തന്നെ പോലെ ഒരാളെ വിട്ടിട്ട് പോകുന്നേ? അയ്യോ, ഞാൻ ഡീസന്റാ മാഡം. ശരി, ഞാൻ പോയിട്ട് ഹേമയോ ടെൻസിയെ പറഞ്ഞുവിടാം. അപ്പോഴേ ഇനി നമുക്ക് വേറെ ചില അക്ഷരങ്ങൾ ക്ലിയർ ആക്കാനുണ്ട്. ഇട്ട. 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 ഇപ്പ. ഇപ്പ. ഇമ്മ. ഉമ്മന്നല്ല, ഇമ്മ. ഇത്രയല്ല. കുട്ടിമണിക്ക് നല്ല ബെറ്റർമെന്റ് ഉണ്ട്. ഞാൻ പറഞ്ഞു കൊടുത്തതുപോലെ രാഹുലൻ പെരുമാറുന്നുണ്ട്. ഓരോ സിറ്റിംഗ് കഴിയുമ്പോഴും കുട്ടിമണി ഇംപ്രൂവ് ആയിക്കൊണ്ടിരിക്കുക. ഗുഡ്. ഈ രാഹുലനും അവളും തമ്മിൽ മുൻപരിചയം ഉണ്ടായിരുന്നിരിക്കാനുള്ള ചാൻസ് കാർത്തിക്ക് തോന്നുന്നുണ്ടോ? ഇല്ല ഡോക്ടർ. ഇന്നസെന്റായ 2 കുട്ടികൾ കൂട്ടുകൂടുന്ന പോലെയാ അവരുടെ ഫ്രണ്ട്ഷിപ്പ്. അത് നന്നായി ബിൽഡപ്പായി കഴിഞ്ഞു. ഇനിയിപ്പോ ആ ഫ്രണ്ട്ഷിപ്പിലൂടെ കുട്ടിമണിയുടെ മെമ്മറീസ് വീണ്ടെടുക്കാനായി എന്റെ ശ്രമം. അതെങ്ങനെ? അച്ഛൻ, അമ്മ, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഓർമ്മപ്പെടുത്താമെന്ന് കരുതുന്നു. ഒരു ക്ലിയർ പിക്ചർ ഉണ്ടാക്കിയിട്ട് ഞാൻ ആ രാഹുലിനോട് സംസാരിക്കാം. അയാളുടെ കോപ്പറേഷനാണ് ഈ ട്രീറ്റ്മെന്റിന്റെ സെൻട്രൽ ബോൺ. ഐ നോ. യു ക്യാൻ പ്രൊസീഡ് കാർത്തിക. താങ്ക് യു ഡോക്ടർ. ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല എന്ന് കംപ്ലൈന്റ് ഉണ്ടല്ലോ. അതെ, കഴിക്കുന്നില്ല. ഞാൻ നിരാഹാരം കിടക്കുക. എനിക്ക് കിട്ടാതെ പോയ സ്വത്ത് എന്നിലേക്ക് തന്നെ തിരിച്ചു വരണം. എങ്കിലേ ഞാൻ ഇനി ഭക്ഷണം കഴിക്കൂ. ഇത് ജയിലാണ്. ജയിലിന് ജയിലിന്റേതായ ചില നിയമങ്ങളുണ്ട്. മതികലയുടെ നിയമം മതികലയാണ് തീരുമാനിക്കുന്നത്. പുറത്തുനിന്ന് ഭക്ഷണമൊന്നും കൊണ്ട് തരണോന്നല്ലോ. ഭക്ഷണമൊന്നും വേണ്ടെന്നല്ലേ പറഞ്ഞത്? അതിന് ബുദ്ധിമുട്ടാണെങ്കിൽ ആക്ഷൻ എടുക്കാൻ പറ. കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. മനസ്സിൽ മുഴുവൻ തീയാണ് ബാസ്റ്റി. എന്നെ സഹായിക്കാൻ ഒരുത്തനുമില്ല. പോയ ശിവയെ കുറിച്ച് പോലും ഒരു വിവരവുമില്ല. ഞാൻ പിന്നെ എന്ത് ചെയ്യണം? ഒക്കെ ശരിയാവും. മേഡം സമാധാനായിട്ടിരിക്കും. സമാധാനം അതൊക്കെ ഇല്ലാതായിട്ട് നാളെത്രയായി? പോയ സമാധാനം തിരിച്ചു വരണമെങ്കിൽ എന്റെ ആഗ്രഹങ്ങൾ മുഴുവനും നടക്കണം. മനസ്സജൻ, കുട്ടിമണി, കുഞ്ഞ്, പിന്നെ ആ വയലോരം വീട് എല്ലാം നശിക്കണം. എനിക്കിപ്പോ ആ ശിവയിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു തുടങ്ങി. അവൻ ആ കുഞ്ഞിനെ തട്ടിയെടുക്കാൻ കഴിയുന്നൊന്നും ഞാനിപ്പോ വിശ്വസിക്കുന്നില്ല. തനിക്കെന്നെ സഹായിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാ തുറന്നു പറയുന്നുണ്ട്. വിഷമമൊന്നും തോന്നരുത്. ജോലി പോകുന്ന കേസാ. റിസ്ക് എടുത്താ അതിനുള്ള പ്രയോജനം കിട്ടണം. ഇപ്പൊ സ്വത്തൊക്കെ പോയ സ്ഥിതിക്ക് എങ്ങനെ പണം ഇറക്കാൻ പറ്റും? ഓ, അപ്പൊ തനിക്കും അത് മനസ്സിലായല്ലേ? പണവും സ്വത്തും ഇല്ലാത്തൊരു ദരിദ്രയാണ് ഞാനെന്ന് താനും മനസ്സിലാക്കി. വേണ്ടടോ, എനിക്ക് ഒരുത്തന്റെ സഹായം വേണ്ട. റാണിയെപ്പോലെ കഴിഞ്ഞിരുന്നൊരു കാലം ഉണ്ടായിരുന്നു മതികലയ്ക്ക്. അതിപ്പോ പോയി. ഇപ്പൊ എനിക്ക് കഷ്ടകാലോ. മേഡം, ഞാൻ ഉദ്ദേശിച്ചത്... ഞാൻ തന്നെ കുറ്റം പറയില്ല. കളമറിഞ്ഞ് കളിക്കുന്നവനെ ജീവിതത്തിൽ ജയിക്കാൻ പറ്റൂ. മതികലയ്ക്ക് അക്കാര്യത്തിൽ ഒരു പിഴവ് പറ്റി. അതുകൊണ്ടാണല്ലോ
ഇങ്ങനൊരു നരകത്തിൽ വന്ന് കഴിയേണ്ടി വന്നത്. മേഡം എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക. ശിവയ്ക്ക് പകരം വേറെ ആൾക്കാരെ കൊണ്ടുവരണമല്ലോ. അവർക്ക് കാശ് കൊടുക്കണ്ടേ? അത് ഞാൻ ഇവിടുന്ന് എടുത്തു കൊടുക്കും. വേണ്ട, എനിക്ക് വേണ്ടി താൻ ഇനി ബുദ്ധിമുട്ടണ്ട. പക്ഷെ താൻ ഒന്നോർത്തോ, ഈ കഷ്ടപ്പാടൊക്കെ മാറും. മതികലയ്ക്ക് വീണ്ടും ആ നല്ല കാലം വരും. ഇതിനൊക്കെയുള്ള മറുപടി അന്ന് ഞാൻ പറഞ്ഞോളാം. മതികല ഇനിയും പട്ടിണി കിടക്കാൻ പോവുക. നോക്കട്ടെ മതികലയ്ക്ക് ജയിക്കാൻ പറ്റുമെന്ന്. നിങ്ങൾ ആരെയാ നോക്കുന്നത്? എവിടെ എന്റെ മോൾ? എവിടെ മോളോ? ഈ ഹോസ്പിറ്റലിൽ നിങ്ങളുടെ മോളില്ല. ഇവിടെതാ ആ ഐസിയുവിൽ കിടക്കുന്നതേ വേറൊരാളാ. ഞാൻ ബാലേട്ടാന്ന് വിളിക്കും. ആ മനുഷ്യനെ നിങ്ങൾ അറിയുമെന്നൊന്നും എനിക്കറിയത്തില്ല. നിക്ക്, കാണണ്ട നിങ്ങൾ. അപരിചിതർ എന്റെ ബാലേട്ടനെ കാണുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഇങ്ങനൊന്നും പറയരുത് രവി, എനിക്ക് കാണണം. ആരെ? ഓർമ്മയുണ്ടല്ലോ നന്നായിട്ട്. നിങ്ങൾ പോയ അന്ന് മുതൽ ഇന്ന് ഈ നിമിഷം വരെ അകത്ത് കിടക്കുന്ന ആ മനുഷ്യന്റെ ഓരോ നെഞ്ചെടുപ്പും അറിഞ്ഞതേ ഞാൻ മാത്രമാ. സമതല തെറ്റി എന്റെ ബാലേട്ടൻ ഓരോന്ന് കാട്ടിക്കൂട്ടിപ്പോഴേ എവിടെയായിരുന്നു നിങ്ങൾ? നിങ്ങളുടെ അമ്മാവന്റെ വക്രബുദ്ധിക്ക് എന്റെ ഏട്ടൻ ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചപ്പോ എവിടെയായിരുന്നു നിങ്ങള്? ഈ ഐസുവിനകത്ത് പ്രാണവായുവിന് വേണ്ടി എന്റെ ഏട്ടൻ പിടയുമ്പോ എവിടെയായിരുന്നു നിങ്ങള്? അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാതെ ചത്ത മനസ്സുമായിട്ട് ഞാനിവിടെ നെഞ്ചുരുക്കി നിൽക്കുമ്പോ എവിടെയായിരുന്നു നിങ്ങള്? എന്നിട്ടിപ്പോ താലിയുടെ മാഹാത്മ്യം പറഞ്ഞോണ്ട് വന്നാ കാർക്കിച്ച് തുപ്പും ഞാൻ. എന്ത് വേണമെങ്കിലും പറഞ്ഞോ, ഒക്കെ കേൾക്കാൻ വിധിക്കപ്പെട്ടവളാ ഞാൻ. എന്നാലും എനിക്ക് എന്റെ ബാലേട്ടനെ കാണണം. സിജൻ ഭിക്ഷയായിട്ട് നിന്ന് കുഞ്ഞുമണിയെ കൊണ്ടുപോകാൻ വേണ്ടി ഓടിയെത്തിയപ്പോഴല്ലേ നിങ്ങൾക്ക് ഈ സ്നേഹമൊക്കെ തോന്നിയത്? അല്ലാതെ ചങ്കിന്ന് വന്നതൊന്നും അല്ലല്ലോ. ഒന്ന് കണ്ടോട്ടെ പ്ലീസ്. അയ്യോ, ഈ വാതിലിനപ്പുറം കിടക്കാൻ അനുവാദമില്ല. ഇത് ഞാൻ സീതേർത്തിയുടെ ദേഷ്യം കൊണ്ടൊന്നും പറയുന്നതല്ല. മുറിവുകൾ ഇൻഫെക്റ്റഡ് ആകാനുള്ള സാധ്യത കൂടുതലാ. ആരെയും അകത്തേക്ക് കടത്തിവിടില്ല. ഒരു മെഡിക്കൽ സ്റ്റുഡന്റ് ആയിരുന്ന ആളോട് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. പശ്ചാത്താപമാണ് ഏറ്റവും വലിയ പ്രായശ്ചിത്തമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇനി ബാലേട്ടനെ വിട്ട് എങ്ങും പോകരുത്. ഇല്ല, ഒരിക്കലും ഇല്ല. ബാലേട്ടനോടുള്ള സ്നേഹമാണ് രവിയെ കൊണ്ട് ഇത്രയും പറയിപ്പിച്ചതെന്ന് എനിക്കറിയാം. എന്റെ ഭാഗത്തു നിന്ന് ചിന്തിക്കാൻ ഞാൻ പറയുന്നില്ല. കാരണം പെണ്ണിന്റെ മനസ്സ് കാണണമെങ്കിൽ പെണ്ണായിട്ട് ജനിക്കണം. ഞാൻ എന്നെ ന്യായീകരിക്കുമല്ല. എന്നാലും ലാളിച്ച് വളർത്തിയ കുഞ്ഞിനെ നഷ്ടപ്പെടുമ്പോ നെഞ്ചിലുള്ള വിങ്ങൽ അറിയണമെങ്കിൽ
പെണ്ണായിട്ട് മാത്രം ജനിച്ചാ പോരാ, ഒരമ്മയും കൂടി ആവണം. എങ്കിലും എല്ലാ തെറ്റിനും മാപ്പ് ചോദിക്കാൻ ഞാൻ ദൈവത്തോടും എന്റെ ബാലേട്ടനോടും. എന്റെ സങ്കടം കൊണ്ട് ഞാൻ പറഞ്ഞു പോയതൊക്കെ പൊറുക്ക് സീതെടുത്തി. കുഞ്ഞുമണി നമ്മുടെ വീട്ടിലുണ്ട്. സീതെടുത്തിയ വയലോരം വീട്ടിലെത്തിക്കണമെന്നുള്ള വാശിയില്ല ഞാൻ കുഞ്ഞുമണി അപ്പച്ചമ്മയുടെ കയ്യിൽ കൊടുത്തയച്ചത്. ഇപ്പോ ആ വാശിയൊക്കെ തീർന്നു. കുഞ്ഞിനെ അവിടുന്ന് സീതെടുത്ത് കൊണ്ടുപോയി. ഞാൻ അവളെ എവിടേക്കാ കൊണ്ടുപോകേണ്ടത്? എന്റെ ബാലേട്ടന്റെ കുഞ്ഞ് വളരേണ്ടത് വയലൂരും വീട്ടിൽ തന്നെയാ. അതെ രവി, ഒക്കെ തീരുമാനിച്ചു തന്നെയാ ഞാൻ എന്റെ വീട് വിട്ടിറങ്ങിയത്. ഞാൻ എന്റെ മോളെ ഒന്ന് കണ്ടിട്ട് ഓടി വരാം.